ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതായത് പ്രധാനമായും ഇന്റർമോളിക്കുലർ ഫോഴ്സിനെ കുറിച്ചും തെർമൽ എനർജി എന്നൊരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു നമ്മുടെ മാറ്ററിന് പ്രധാനമായും 3 സ്റ്റേറ്റുകൾ ഉണ്ടെന്നും, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ സ്റ്റേറ്റുകൾ കാരണം ഈ ഇന്റർമോളിക്കുലർ ഫോഴ്സും അതുപോലെ തന്നെ തെർമൽ എനർജിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. അപ്പം ഇവർ നമ്മൾ ഇന്ററാക്ഷൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രധാനമായും 3 സ്റ്റേറ്റുകളാണ് പറഞ്ഞതൊക്കെയാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. നമ്മൾ ഇവിടെ നിന്ന് ആദ്യം നോക്കുന്നത് ഈ സോളിഡിനെയും ലിക്വിഡിനെയും ഗ്യാസിനെയും പരസ്പരം തിരിച്ചറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ അവയെ തമ്മിൽ വ്യത്യസ്തമാക്കുന്ന ക്യാരക്ടറുകൾ എന്തൊക്കെയാണ്, സോളിഡിനെയും ലിക്വിഡിനെയും ഗ്യാസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടറുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്യാരക്ടർ പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഈ സോളിഡിന് വളരെ കൃത്യമായിട്ടൊരു ഷേപ്പ് ഉണ്ട്. സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. അതുപോലെ തന്നെ സോളിഡ്സിന് വളരെ കൃത്യമായിട്ടൊരു മാസ് ഉണ്ട്. അതുപോലെ സോളിഡ്സിന് വളരെ കൃത്യമായിട്ട് എന്തുണ്ട്, ഒരു വോളിയം ഉണ്ട്. സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, മാസ് ആൻഡ് വോളിയം. സോളിഡ്സിന് വളരെ കൃത്യമായിട്ട് ഷേപ്പ് ഉണ്ട്, വളരെ കൃത്യമായിട്ട് മാസ് ഉണ്ട്, വളരെ കൃത്യമായിട്ട് എന്തുണ്ട്, ഒരു വോളിയം ഉണ്ട്. ലിക്വിഡ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ലിക്വിഡ്സിന് ഡെഫിനിറ്റ് ആയിട്ട് ഒരു ഷേപ്പ് ഇല്ല, കൃത്യമായൊരു ഷേപ്പ് ഇല്ല. ഈ ലിക്വിഡ് ഏത് കണ്ടെയ്നറിലാണോ ഉൾക്കൊണ്ടിരിക്കുന്നത് ആ കണ്ടെയ്നറിന്റെ ഷേപ്പ് ആണ് ആർക്കുള്ളത്, ലിക്വിഡ്സിനുള്ളത്. അതായത് ലിക്വിഡ്സിന് കൃത്യമായിട്ടൊരു ഷേപ്പ് ഇല്ല. അതുപോലെ ലിക്വിഡ്സിന് കൃത്യമായിട്ടൊരു വോളിയം ഉണ്ട്, ഇല്ലേ? കൃത്യമായിട്ടൊരു വോളിയം നമ്മൾ പറയാറുണ്ട് ലിക്വിഡ്സിന്. നമ്മള് ഒരു 1 ലിറ്റർ എണ്ണ കടയിൽ നിന്ന് വാങ്ങി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ എന്ത് തന്നെ ആയിരിക്കും, 1 ലിറ്റർ ആയിരിക്കും. വേറൊരു സ്ഥലത്ത് പോയാൽ അതിന്റെ വോളിയം എന്ത് തന്നെ ആയിരിക്കും, 1 ലിറ്റർ ആയിരിക്കും. മാറ്റം ഉണ്ടാവില്ല. അതായത് കൃത്യമായ വോളിയം ഉള്ള സാധനമാണ് ലിക്വിഡ്. അതുപോലെ ഡെഫിനറ്റ് ആയിട്ടൊരു മാസ് മാർക്കുണ്ട് ലിക്വിഡ് ഉണ്ട്. ഇപ്പൊ ലിക്വിഡിന് കൃത്യമായ ഷേപ്പ് ഇല്ല, പക്ഷേ കൃത്യമായ മാസും വോളിയവും ഉണ്ടെന്ന് ഓർക്കുക. ഗ്യാസിലേക്ക് പോയി കഴിഞ്ഞാലോ, ഗ്യാസിന് കൃത്യമായ ഷേപ്പ് ഉണ്ടോ? കൃത്യമായ ഷേപ്പ് ഇല്ല. ഗ്യാസിന് കൃത്യമായിട്ടൊരു ഷേപ്പ് ഇല്ല. ഗ്യാസിന് കൃത്യമായിട്ടൊരു വോളിയം ഉണ്ടോ? ആലോചിച്ച് നോക്കി. ഹൈസ്കൂൾ ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗ്യാസിന്റെ വോളിയം എന്ന് പറഞ്ഞാല് കണ്ടെയ്നറിന്റെ വോളിയമാണ്. അതായത് 1 ലിറ്റർ ഗ്യാസിനെ 10 ലിറ്റർ കൊള്ളുന്ന കണ്ടെയ്നറിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഗ്യാസിന്റെ വോളിയം എന്തായി മാറും, 10 ലിറ്റർ ആയി മാറും. അതേ 1 ലിറ്റർ ഗ്യാസിനെ 5 ലിറ്റർ കൊള്ളുന്ന കണ്ടെയ്നറിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഗ്യാസിന്റെ വോളിയം എന്തായി മാറും, 5 ലിറ്റർ ആയി മാറും. അതായത് ഗ്യാസിന് കൃത്യമായ ഒരു വോളിയം ഇല്ല, പക്ഷെ എന്തുണ്ട്, ഗ്യാസിന് വളരെ കൃത്യമായിട്ട് എന്തുണ്ട്, മാസ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ പോയിന്റ് പഠിച്ചൂടെ, സോളിഡിനെയും ലിക്വിഡിനെയും ഗ്യാസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുന്ന ആദ്യത്തെ ക്യാരക്ടർ എന്താ, സോളിഡിന് ഡെഫിനിറ്റ് ആയിട്ട് ഷേപ്പ് ഉണ്ട്, മാസ് ഉണ്ട്, വോളിയം ഉണ്ട്. ലിക്വിഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല, ഡെഫിനിറ്റ് ആയിട്ടുള്ള മാസും വോളിയം ഉണ്ട്. ഗ്യാസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല, വോളിയം ഇല്ല, പക്ഷെ ഡെഫിനിറ്റ് ആയിട്ട് എന്തുണ്ട്, മാസ് ഉണ്ട്. അത് പോയിന്റ് മനസ്സിലായില്ലേ? സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചിരുന്നു. രണ്ടാമത്തെ ക്യാരക്ടർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സോളിഡ്സിലെ പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആണ്. വളരെ അടുത്താണ് സോളിഡ്സിലെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുക. അടുത്തടുത്തായിരിക്കും പാർട്ടിക്കിൾസ് എന്ത് ചെയ്തിരിക്കുക, അറേഞ്ച് ചെയ്തിരിക്കുക. സോളിഡ്സിലെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ്, ക്ലോസ്ലി പാക്ഡ് ആണ്. വളരെ അടുത്തടുത്താണ് സോളിഡ്സിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേസമയം നമ്മുടെ ലിക്വിഡ്സിലെ പാർട്ടിക്കിൾ ലൂസ്ലി പാക്ഡ് ആണ് എന്ന് പറയാം. ലിക്വിഡ്സിലെ പാർട്ടിക്കിൾസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ലൂസ്ലി പാക്ഡ് ആണ്. ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അടുത്തടുത്തല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേസമയം ഗ്യാസിലെ പാർട്ടിക്കിൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീലി പാക്ഡ് ആണ്. എന്താണ്, ഗ്യാസിലെ പാർട്ടിക്കിൾസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, ഫ്രീലി പാക്ഡ് ആണ്. ദാറ്റ് മീൻസ് പാർട്ടിക്കിൾസിന് ഒരുപാട് സ്പേസ് ഉണ്ട്, കൃത്യമായ ഓർഡർ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് ഓർത്ത് വെച്ചിരിക്കുക. രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ ക്യാരക്ടർ എന്താ പറഞ്ഞത്, സോളിഡ്സിലെ പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആണ്. ലിക്വിഡ്സിലെ പാർട്ടിക്കിൾ എങ്ങനെയാണ്, ലൂസ്ലി പാക്ഡ് ആണ്. ഗ്യാസിലെ പാർട്ടിക്കിൾ എങ്ങനെയാണ്, ഫ്രീലി പാക്ഡ് ആണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. മൂന്നാമത്തെ ക്യാരക്ടർ പറയുന്നത്, ഇപ്പൊ പാർട്ടിക്കിൾസ്, സോളിഡ്സിലെ പാർട്ടിക്കിൾസ് എങ്ങനെയാ, ക്ലോസ്ലി പാക്ഡ് ആണ് എങ്കിൽ അവയ്ക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയായിരിക്കും, പാർട്ടിക്കിൾസ് വളരെ അടുത്തല്ലേ അറേഞ്ച് ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെയധികം കൂടുതലായിരിക്കും ഇവിടെ സോളിഡ്സിലെ പാർട്ടിക്കിൾസിനിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. ലിക്വിഡ്സിലേക്ക് പോയി കഴിഞ്ഞാലോ പാർട്ടിക്കിൾസിനിടയിൽ കുറച്ച് സ്പേസ് ഉണ്ട്, പാർട്ടിക്കിൾസ് അത്രയും അടുത്തല്ല സോളിഡ്സിനെ പോലെ. അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആരേക്കാൾ കുറവായിരിക്കും,
സോളിഡ്സിനേക്കാൾ കുറവായിരിക്കും ലിക്വിഡ്സിലെ പാർട്ടിക്കിൾസിനിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതേസമയം ഗ്യാസിലേക്ക് പോയി കഴിഞ്ഞാലോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. കാരണം എന്താണ്? പാർട്ടിക്കിൾസ് ഫ്രീലി പാക്ഡ് ആണ്. പാർട്ടിക്കിൾസ് വളരെ അകലത്തിലാണ്. പാർട്ടിക്കിൾസിന് വ്യക്തമായ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകില്ല. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വളരെ കുറവായിരിക്കും. മൂന്നാമത്തെ ക്യാരക്ടർ എന്ത് പറയാം? മൂന്നാമത്തെ ക്യാരക്ടർ എന്താണ് പറയുന്നത്? സോളിഡ്സിലെ പാർട്ടിക്കിൾസിനുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്. ഗ്യാസിലെ പാർട്ടിക്കിൾസിനുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വളരെ കുറവാണ്. ലിക്വിഡ്സിലെ പാർട്ടിക്കിൾസിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സോളിഡിനും ഗ്യാസിനും ഇടയിലാണ്. ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ സോളിഡ് ആൻഡ് ഗ്യാസ് എന്ന് ഓർത്തു വെച്ചേക്കുക. നാലാമത്തെ ക്യാരക്ടർ പറയുന്നത് നമ്മുടെ സോളിഡ്സിലെ പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആണ്, അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്. എങ്കിൽ ഈ പാർട്ടിക്കിൾസിന് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാവുമോ? ഇല്ല. ലിറ്റിൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്നാ പറയുന്നത്. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇല്ല എന്ന് തന്നെ പറയാം. അതായത് സോളിഡ്സിലെ പാർട്ടിക്കിൾസ് എന്താ ഉള്ളത്? ലിറ്റിൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, സഞ്ചാര സ്വാതന്ത്ര്യം വളരെ കുറവാണ്. കാരണം എന്താ? പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആണ്, അതോടൊപ്പം പാർട്ടിക്കിൾസിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് തീരെ കുറവാണ്. ലിറ്റിൽ മീൻസ് നോ എന്നാണ്. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇല്ല എന്ന് തന്നെ പറയാം. ലിക്വിഡ്സിനകത്തേക്ക് പോയി കഴിഞ്ഞാലോ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ടാകും. ആരേക്കാൾ കൂടുതലായിരിക്കും? സോളിഡിനേക്കാൾ ലിക്വിഡ്സിലെ പാർട്ടിക്കിൾസിന്റെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് വളരെയധികം കൂടുതലായിരിക്കും. ആർക്കായിരിക്കും ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കൂടുതൽ? ഗ്യാസിന് വളരെ കൂടുതലായിരിക്കും ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. സഞ്ചാര സ്വാതന്ത്ര്യം വളരെ വളരെ കൂടുതലായിരിക്കും. കാരണം പാർട്ടിക്കിൾസ് എങ്ങനെയാണ്? ഫ്രീലി പാക്ഡ് ആണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് വളരെ വളരെ കൂടുതലായിരിക്കുമെന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പം നാലാമത്തെ ക്യാരക്ടർ ഓർക്കാൻ പറ്റുമല്ലോ. സോളിഡ്സിലെ പാർട്ടിക്കിൾസിന് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇല്ല എന്ന് തന്നെ പറയാം. ലിറ്റിൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. ഗ്യാസിനാണെങ്കിൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഈസ് വെരി ഹൈ. വളരെ കൂടിയ സഞ്ചാര സ്വാതന്ത്ര്യമുള്ള പാർട്ടിക്കിൾസ് ആണ് ഇവിടെ ഉള്ളത്, ഗ്യാസിനകത്തുള്ളത്. ലിക്വിഡിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്? സോളിഡിനും ഗ്യാസിനും ഇടയിലായിരിക്കും ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് സോളിഡിനേക്കാൾ കൂടുതലും ഗ്യാസിനേക്കാൾ കുറവുമായിരിക്കും. അഞ്ചാമത്തെ ക്യാരക്ടർ പറയുന്നത് സോളിഡ്സിലെ പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്. ദാറ്റ് മീൻസ് ഈ സോളിഡ്സിലെ പാർട്ടിക്കിളിൽ എന്തില്ല? സ്പേസ് ഇല്ല. അതുകൊണ്ട് തന്നെ സോളിഡ്സിലെ പാർട്ടിക്കിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കംപ്രസ് ചെയ്യാൻ കഴിയില്ല. സോളിഡ്സ് ആർ ലെസ് കംപ്രസിബിൾ. കംപ്രസിബിലിറ്റി വളരെ കുറഞ്ഞ സാധനങ്ങളാണ്. എന്തോ സാധനം? സോളിഡ്സ് ആർ ലെസ് കംപ്രസിബിൾ. കാരണം എന്താ? സോളിഡ്സിലെ പാർട്ടിക്കിൾ ക്ലോസ്ലി പാക്ഡ് ആണ്, ഇടയിൽ സ്പേസ് ഇല്ല. സ്പേസ് ഉണ്ടെങ്കിലേ പാർട്ടിക്കിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രഷറോട് അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് മാക്സിമം അടുത്തിരിക്കുന്ന പാർട്ടിക്കിൾസ്. നീ പ്രഷർ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇടയിൽ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രഷർ കൊടുത്ത് പാർട്ടിക്കിൾസ് അടുത്തേക്ക് കൊണ്ടുവരാം. അതുകൊണ്ട് തന്നെ സോളിഡ്സ് എന്താണ്? ലെസ് കംപ്രസിബിൾ ആണ്. ലിക്വിഡ്സിലേക്ക് പോയി കഴിഞ്ഞാലോ പാർട്ടിക്കിൾസിന് അത്യാവശ്യം സ്പേസ് ഉണ്ട്. പ്രഷർ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യിപ്പിക്കാം? കംപ്രസ് ചെയ്യിപ്പിക്കാം. അതായത് ലിക്വിഡ്സ് ആർ മോർ കംപ്രസിബിൾ ദാൻ സോളിഡ്. സോളിഡ്സിനേക്കാൾ കംപ്രസിബിലിറ്റി ആർക്ക് കൂടുതലായിരിക്കും? ലിക്വിഡിന് കൂടുതലായിരിക്കും. ഗ്യാസിലേക്ക് പോയി കഴിഞ്ഞാലോ കംപ്രസിബിലിറ്റി വളരെ കൂടുതലായിരിക്കും. അതായത് സ്പേസ് വളരെ കൂടുതലാണ്. നല്ല പ്രഷർ കൊടുത്ത പാർട്ടിക്കിൾസ് നമുക്ക് എന്ത് ചെയ്യാം? അത്രയും അടുത്തേക്ക് കൊണ്ടുവരാം. ഗ്യാസസ് ആർ മോർ കംപ്രസിബിൾ ദാൻ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്. സോളിഡ്സിനേക്കാളും ലിക്വിഡ്സിനേക്കാളും കംപ്രസിബിലിറ്റി വളരെ വളരെ കൂടുതലായിരിക്കും ആർക്ക്? ഗ്യാസിനെന്ന് ഓർക്കുക. അപ്പൊ അഞ്ചാമത്തെ ക്യാരക്ടർ എന്താ പറയുന്നത്? കംപ്രസിബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്താ പറയേണ്ടത്? സോളിഡ്സ് ആർ ലെസ് കംപ്രസിബിൾ. കംപ്രസിബിലിറ്റി വളരെ കുറവാണ്. കാരണം പാർട്ടിക്കിൾസിന് എന്തില്ല? സ്പേസ് ഇല്ല. ലിക്വിഡിന്റെ കേസിൽ എന്താ പറഞ്ഞത്? കംപ്രസിബിൾ ആണ്. ലിക്വിഡ്സ് ആർ മോർ കംപ്രസിബിൾ ദാൻ സോളിഡ്. സോളിഡ്സിനേക്കാൾ കംപ്രസിബിലിറ്റി ഉണ്ട്. കാരണം അത്യാവശ്യം സ്പേസ് പാർട്ടിക്കിൾസിന് ഇടയിലുണ്ട്. ഗ്യാസിലേക്ക് പോയി കഴിഞ്ഞാലോ ഗ്യാസസ് ആർ മോർ കംപ്രസിബിൾ ദാൻ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. ആറാമത്തെ ക്യാരക്ടർ പറയുന്നത് ഡിഫ്യൂഷനെ കുറിച്ചിട്ടാണ്. ഈ ഡിഫ്യൂഷനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഡിഫ്യൂഷൻ മീൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, വ്യാപിക്കാനുള്ള കഴിവ്, പരക്കാനുള്ള കപ്പാസിറ്റി. സോളിഡ്സിനെ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോളിഡ്സിന്റെ ഡിഫ്യൂഷൻ പ്രോപ്പർട്ടി വളരെ വളരെ കുറവാണ്. നമുക്കറിയാം, ഒരു ശാമ്പ്രാണിത്തിരി കൊണ്ടുവച്ചാൽ ഇതിന്റെ സ്മെല്ല് നിങ്ങളിലേക്ക് എത്തില്ല. കാരണം ഇത് സോളിഡ് ആണ്, ഡിഫ്യൂസ് ചെയ്യില്ല. ഈ സാധനം കത്തിച്ചു വെച്ചാലോ നിങ്ങളിലേക്ക് മണം എത്തും. കാരണം അവിടെ കത്തിക്കുമ്പോൾ ഗ്യാസ് ആയി മാറുകയാണ്. ഗ്യാസിന് ഡിഫ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അതായത് ഡിഫ്യൂഷൻ പ്രോപ്പർട്ടി ഈസ് വെരി ലോ ഫോർ സോളിഡ്. സോളിഡ് എന്തായിരിക്കും? ഡിഫ്യൂഷൻ പ്രോപ്പർട്ടി വളരെ കുറവായിരിക്കും.
ലിക്വിഡിലേക്ക് പോയി കഴിഞ്ഞാലോ സോളിഡ്സിനേക്കാൾ ഡിഫ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ലിക്വിഡ്സിനുണ്ട്. ഗ്യാസിലേക്ക് പോയി കഴിഞ്ഞാലോ ഡിഫ്യൂഷൻ പ്രോപ്പർട്ടീസ് വെരി ഹൈ, വളരെ കൂടുതലായിരിക്കും. ഏറ്റവും കൂടുതൽ ഡിഫ്യൂഷന് വിധേയമാകുന്ന ആളാരായിരിക്കും? ഗ്യാസ് ആയിരിക്കും നോക്കുക. അപ്പൊ ഇത് ആറുമാണ് സോളിഡിനെയും ലിക്വിഡിനെയും ഗ്യാസിനെയും തിരിച്ചറിയാൻ കഴിയുന്ന കുറച്ച് പ്രത്യേകത. ജസ്റ്റ് മനസ്സിലാക്കുക, നമ്മളിത് കാണാതെ പഠിക്കുന്നതിനേക്കാൾ ഉപരി വളരെ ഭംഗിയായി മനസ്സിലാക്കി പഠിച്ചാൽ മതി. പ്രധാനമായും 6 ക്യാരക്ടേഴ്സ്. അപ്പൊ ആദ്യം 6 ക്യാരക്ടർ എന്താണെന്ന് നോക്കുക. ഒന്നാമത്തെ ക്യാരക്ടർ പറഞ്ഞത് ഷേപ്പ്, മാസ്, വോളിയം. രണ്ടാമത്തെ ക്യാരക്ടർ പറഞ്ഞത് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ്. മൂന്നാമത്തെ ക്യാരക്ടർ എന്താണ്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. നാലാമത്തെ ക്യാരക്ടർ എന്താണ്? പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ്, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. കംപ്രസിബിലിറ്റി. 6 ഡിഫ്യൂഷൻ. അപ്പൊ ഈ 6 ക്യാരക്ടർ ആദ്യം മനസ്സിൽ വരിക. എന്നിട്ട് നമ്മൾക്ക് സോളിഡിന് എങ്ങനെ, ലിക്വിഡിന് എങ്ങനെ, ഗ്യാസിന് എങ്ങനെ നമ്മൾ കൃത്യമായി പറയുക. അപ്പൊ ഒന്നാമത്തെ ക്യാരക്ടർ എന്തായിരുന്നു? ഷേപ്പ്, മാസ്, വോളിയം. ഓർക്കാൻ പറ്റുമല്ലോ. സോളിഡ്സ് എന്താണ്? ഡെഫിനറ്റ് ആണ് ഷേപ്പും മാസും വോളിയവും. ലിക്വിഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് എന്തില്ല? ഷേപ്പ് ഇല്ല, പക്ഷെ ഡെഫിനറ്റ് വോളിയവും മാസും ഉണ്ട്. ഗ്യാസിലേക്ക് പോയി കഴിഞ്ഞാലോ ഡെഫിനറ്റ് ആയിട്ട് ഷേപ്പും ഇല്ല, വോളിയം ഇല്ല, പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് എന്തുണ്ട്? മാസ് ഉണ്ട്. സെക്കൻഡ് പോയിന്റ് എന്താ പറഞ്ഞത്? പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിനെ കുറിച്ച്. സോളിഡ്സിലെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ്? ക്ലോസ്ലി പാക്ഡ് ആണ്. ലിക്വിഡ് ആകുമ്പോഴോ അത് ലൂസ്ലി പാക്ഡ് ആണ്. ഗ്യാസ് ആകുമ്പോഴോ അത് ഫ്രീലി പാക്ഡ് ആണ്. ഓർക്കാൻ പറ്റുമല്ലോ. മൂന്നാമത്തെ ക്യാരക്ടർ എന്താ പറഞ്ഞത്? ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ കുറിച്ച്. സോളിഡ്സിലെ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും, കാരണം പാർട്ടിക്കിൾ ക്ലോസ്ലി പാക്ഡ് അല്ലേ. ലിക്വിഡ് ആകുമ്പോഴോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്പം കൂടെ കുറവായിരിക്കും, കാരണം പാർട്ടിക്കിൾസ് ലൂസ്ലി പാക്ഡ് ആണ്. ഗ്യാസ് ആകുമ്പോഴോ പാർട്ടിക്കിൾസ് ഫ്രീലി പാക്ഡ് ആണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. അടുത്ത സഞ്ചാര സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. സോളിഡ്സിലെ പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആണ്, അവയുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അതിന് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ടാകില്ല എന്ന് ഓർക്കുക. ലിക്വിഡ് ആകുമ്പോഴോ പാർട്ടിക്കിൾസ് ലൂസ്ലി പാക്ഡ് അല്ലേ, സഞ്ചാര സ്വാതന്ത്ര്യം കൂടുതലായിരിക്കും, ആരേക്കാൾ? സോളിഡിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് ഓർക്കുക. ഗ്യാസിനാകുമ്പോഴെന്താണ്? പാർട്ടിക്കിൾസ് ഫ്രീലി പാക്ഡ് ആണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് വളരെയധികം കൂടുതലായിരിക്കും, സഞ്ചാര സ്വാതന്ത്ര്യം വളരെയധികം കൂടുതലായിരിക്കും. അടുത്ത പറഞ്ഞ പ്രോപ്പർട്ടി എന്താണ്? കംപ്രസിബിലിറ്റി. കംപ്രസ് ചെയ്യിപ്പിക്കുക. പ്രഷർ കൊടുത്ത് അതിന്റെ രൂപത്തിൽ മാറ്റാൻ പറ്റുന്ന പ്രത്യേകതയാണ് കംപ്രസിബിലിറ്റി. സോളിഡ്സിനെ കംപ്രസ് ചെയ്യാൻ കഴിയോ? ഇല്ല. കാരണം എന്താ? സോളിഡ്സിലെ പാർട്ടിക്കിൾ എന്താണ്? ക്ലോസ്ലി പാക്ഡ് ആണ്, ഇടയിൽ സ്പേസ് ഇല്ല. പാർട്ടിക്കിൾസ് ഇടയിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് സോളിഡ്സിനെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ലിക്വിഡ് എന്തായാലും കംപ്രസ് ചെയ്യാൻ പറ്റും, കാരണം ലിക്വിഡ്സിലെ പാർട്ടിക്കിൾ ലൂസ്ലി പാക്ഡ് ആണ്, പാർട്ടിക്കിളിൽ സ്പേസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ കംപ്രസ് ചെയ്യാൻ കഴിയുന്ന ആരായിരിക്കും? ഗ്യാസ് ആയിരിക്കും, കാരണം ഗ്യാസിലെ പാർട്ടിക്കിൾസിൽ സ്പേസ് വളരെയധികം കൂടുതലാണ്, ഫ്രീലി പാക്ഡ് ആയതുകൊണ്ട്. ലാസ്റ്റ് പ്രോപ്പർട്ടി ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഡിഫ്യൂഷനെ കുറിച്ചാണ് പറഞ്ഞത്. ആരെ കുറിച്ച് പറഞ്ഞു? ഡിഫ്യൂഷനെ കുറിച്ച് പറഞ്ഞു. സോളിഡ്സിനെ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഡിഫ്യൂഷൻ പ്രോപ്പർട്ടി ഈസ് വെരി ലോ ഫോർ സോളിഡ്. ഗ്യാസിനാണെങ്കിൽ ഡിഫ്യൂഷൻ പ്രോപ്പർട്ടി വളരെ കൂടുതലുമായിരിക്കും. ലിക്വിഡിനാണെങ്കിലോ സോളിഡിനേക്കാൾ കൂടുതലും ഗ്യാസിനേക്കാൾ കുറവുമായിരിക്കും എന്ന് ഓർത്തു വെച്ചേക്കുക. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടി വരിക പ്രധാനമായും ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ആരെ കുറിച്ചാണ് പഠിക്കേണ്ടി വരിക? ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അപ്പൊ ഈ ഗ്യാഷ്യസ് സ്റ്റേറ്റിന്റെ ഈ ക്യാരക്ടറുകൾ വളരെ കൃത്യമായി ഓർത്തു വെച്ചേക്കുക. ഓക്കെ. അടുത്തത് നോക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഗ്യാസ് ലോസ്. വളരെ പ്രധാനപ്പെട്ടതാണ് ഗ്യാസ് ലോസ്, വാതക നിയമങ്ങൾ. നിങ്ങൾ ഹൈസ്കൂൾ ലെവൽ ക്ലാസ്സുകളിലൊക്കെ കുറച്ചൊക്കെ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, വാതക നിയമങ്ങളെ കുറിച്ച് കേട്ടിട്ടുമുണ്ട്, ഇല്ലേ? എന്താണ് ഗ്യാസ് ലോസ്? എന്താണ് വാതക നിയമം? ഓർത്ത് പറഞ്ഞേ, എന്താണ് വാതക നിയമങ്ങൾ എന്ന്. ഈ ഗ്യാസിന് കുറച്ച് മെഷറബിൾ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏതൊക്കെയെന്ന് അറിയാവോ? അതായത് പ്രഷർ, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ്, വോളിയം. ഈ ഗ്യാസിന്റെ ഇത്തരം മെഷറബിൾ പ്രോപ്പർട്ടീസിനെ പരസ്പരം റിലേറ്റ് ചെയ്യിപ്പിക്കുന്ന, പരസ്പരം ബന്ധിപ്പിക്കുന്ന നിയമങ്ങളെ പറയുന്ന പേരാണ് ഗ്യാസ് ലോസ്. The laws which relates variable measurable properties of gases such as pressure, volume, temperature, number of moles, etc. അതായത് ഗ്യാസിന്റെ മെഷറബിൾ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, നമ്പർ ഓഫ് മോൾസ്, ഇവയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമങ്ങളെ പറയുന്ന പേരാണ് ഗ്യാസ് ലോസ്. ഓർത്ത് വയ്ക്കുക, എന്താ ഗ്യാസ് ലോസ് എന്ന് പറഞ്ഞാൽ? The laws which relates variable measurable properties of gases such as pressure, volume,
ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ് എക്സെട്ര. സിമ്പിൾ അല്ലേ? നമുക്ക് വളരെ പ്രധാനമായിട്ട് 4 ഗ്യാസ് ലോസ് പഠിക്കണം. അതിൽ ഒന്നാമത്തെ ഗ്യാസ് ലോ എന്ന് പറഞ്ഞാൽ ബോയിൽസ് ലോ. വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. ഈ ബോയിൽസ് ലോ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ ഇങ്ങനെയാണ് പറയുന്നത്: അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഫിക്സഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റ് ആയിരിക്കും ഓർക്കുക. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഫിക്സഡ് ആണെങ്കിൽ ആര് കോൺസ്റ്റന്റ് ആയിരിക്കും? നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അപ്പൊ മറന്നു പോകരുത്. എന്താ ബോയിൽസ് ലോ പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ്. ഓർക്കേണ്ട ഒരു പോയിന്റ്, മാസ് ഫിക്സഡ് ആണോ ആര് കോൺസ്റ്റന്റ് ആയിരിക്കും? നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റ് ആയിരിക്കും. At constant temperature volume of a fixed mass of a gas is inversely proportional to pressure. Proportionality മാറ്റിക്കൂടെ? എങ്ങനെ മാറ്റാം? കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ്പ്ലോറൽ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. പ്രൊപ്പോർഷണാലിറ്റി എങ്ങനെ മാറ്റും? നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. V equal to a constant into 1 by P. കൺഫ്യൂഷൻ ഇല്ലല്ലോ. P യെ കൂടെ നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കുന്നു. ഡിവൈഡഡ് ബൈ P ഇപ്പുറത്ത് വരുമ്പോൾ എന്താകും? ഇൻറ്റു P ആകും. ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ എഴുതാം P into V equal to a constant. P into V equal to a constant. ഓർത്ത് വെച്ചേക്കുക. PV equal to a constant. ഇനി ഇവിടെ നോക്കുക. ഞാനൊരു ഗ്യാസിനെ കൺസിഡർ ചെയ്തു. സപ്പോസ് ഒരു ഗ്യാസിനെ കൺസിഡർ ചെയ്തു. ഗ്യാസിന്റെ പ്രഷർ P1 ആണ്. ഗ്യാസിന്റെ പ്രഷർ എത്രയാണ്? P1. ആ പ്രഷറിൽ ഗ്യാസിന്റെ വോളിയം P1 ആയിരിക്കും. കൺഫ്യൂഷൻ വേണ്ട. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് ഗ്യാസിന്റെ പ്രഷർ ഞാൻ P2 ആക്കി മാറ്റുന്നു. ഗ്യാസിന്റെ പ്രഷർ എന്തായി മാറി? P2. എങ്കിൽ വോളിയം എന്തായി മാറണം? P2. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഈ കണ്ടീഷനകത്തേക്ക് ബോയിൽസ് ലോ അപ്ലൈ എന്ന് പറഞ്ഞേ. അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ നമുക്ക് എങ്ങനെ എഴുതാൻ പറഞ്ഞേ? V1 inversely proportional to P1. പ്രൊപ്പോർഷണാലിറ്റി മാറ്റണ്ടേ? എന്ത് കൊടുക്കുക? കോൺസ്റ്റന്റ് കൊടുക്കുക. അപ്പൊ എങ്ങനെ എഴുതാം? V1 equal to a constant into 1 by P1. P1 നെ കൂടി ഇപ്പുറത്തേക്ക് എഴുതാം. എങ്ങനെ എഴുതാം? V1 equal to a constant. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇക്വേഷൻ നമ്പർ 1 എന്നിരിക്കട്ടെ. ഇതുപോലെ രണ്ടാമത്തെ കണ്ടീഷനകത്തേക്ക് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ബോയിൽസ് ലോ. എങ്ങനെ എഴുതാൻ പറഞ്ഞേ? V2 inversely proportional to P2. കൺഫ്യൂഷൻ ഇല്ലല്ലോ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാം. എന്ത് കൊടുക്കാം? കോൺസ്റ്റന്റ്. V2 equal to a constant into 1 by P2. P2 നെ കൂടി ഇപ്പുറത്തേക്ക് എടുത്ത് എങ്ങനെ എഴുതാം? P2 into V2 equal to a constant. ഇക്വേഷൻ നമ്പർ 2 എന്നിരിക്കട്ടെ. കൺഫ്യൂഷൻ ഇല്ലല്ലോ. രണ്ട് കണ്ടീഷനകത്തേക്ക് ബോയിൽസ് ലോ അപ്ലൈ ചെയ്തു. നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഈ ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിയേ. ഫ്രം ഇക്വേഷൻ 1 and 2. ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ കമ്പയർ ചെയ്ത് നോക്കി. രണ്ട് ഇക്വേഷന്റെയും RHS ഈക്വൽ അല്ലേ? എ കോൺസ്റ്റന്റ് RHS ഈക്വൽ ആണെങ്കിൽ LHS ഈക്വൽ ആകണം. റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആകണം. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടും? P1 V1 equal to P2 V2. P1 V1 equal to P2 V2. ഇതാണ് നമ്മുടെ ബോയിൽസ് ലോയുടെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ. മറന്നു പോകരുത്. P1 V1 equal to P2 V2. P1 V1 equal to P2 V2. അപ്പോൾ എന്താ ബോയിൽസ് ലോ പറയുന്നത്? at constant temperature volume of a fixed mass of a gas is inversely proportional to pressure. കൺഫ്യൂഷൻ ഇല്ലല്ലോ. എന്താ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ പറയുന്നത്? P1 V1 equal to P2 V2. ഓക്കേ.
ഈ ബോയിൽസ് ലായിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഈ ബോയിൽസ് ലായുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ബോയിൽസ് ലായുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഈ ബോയിൽസ് ലായ്ക്കായിട്ട് 3 ഗ്രാഫുകൾ പറയുന്നുണ്ട്. ഈ ബോയിൽസ് ലായ്ക്ക് വേണ്ടി 3 ഗ്രാഫുകൾ പറയുന്നുണ്ട്. മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഗ്രാഫുകൾ. വളരെ കൃത്യമായി നോക്കിയിരിക്കുക. നോക്കുക, ഇത് മൂന്നുമാണ് ബോയിൽസ് ലായുടെ ഗ്രാഫുകൾ. വളരെ കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുക. ഒന്നാമത്തെ ഗ്രാഫ് നോക്കി, ബാക്കി കുട്ടികൾ ഒന്നാമത്തെ ഗ്രാഫ് നോക്കുക. എക്സ് ആക്സിൽ പ്രഷർ, y ആക്സിസിൽ വോളിയം. പ്രഷറും വോളിയവുമാണ് ഗ്രാഫ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. നമുക്കറിയാം പ്രഷറും വോളിയം എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്താ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ മീനിങ്? ഒന്ന് കൂടിയാൽ മറ്റേത് കുറയും. ദാറ്റ് മീൻസ് പ്രഷർ കൂടിയാൽ വോളിയം കുറയും, വോളിയം കൂടിയാൽ പ്രഷർ കുറയും. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇപ്പൊ നോക്കുക, ഇത് 0 ആണ്. നമുക്കറിയാം ഗ്രാഫിന്റെ ഒറിജിൻ എന്താണ്? 0 ആണ്. അങ്ങോട്ട് എന്താണ്? പ്രഷർ കൂടുകയാണ്, വോളിയം എന്ത് ചെയ്യും? കുറയും. പ്രഷർ കൂടുമ്പോൾ വോളിയം എന്ത് ചെയ്യും? കുറയും. കൺഫ്യൂഷൻ ഇല്ലല്ലോ. സംശയമുണ്ടോ? ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെറുതെ സ്ട്രക്ചർ മാത്രം വരച്ചിട്ട് കാര്യമില്ല. എക്സ് ആക്സിസിലും y ആക്സിസിലും ഉള്ള പാരാമീറ്ററുകൾ കൃത്യമായി എഴുതിയിരിക്കണം. എങ്കിലേ നമുക്ക് ഗ്രാഫ് കൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ മാർക്ക് നമുക്ക് കിട്ടത്തില്ല. രണ്ടാമത്തെ ഗ്രാഫ് നോക്കിയേ. എക്സ് ആക്സിസിൽ പ്രഷർ, y ആക്സിസിൽ 1/v. പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. പക്ഷേ വോളിയം 1/p എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ഈ 1/p എന്ന ടേം ഒരുമിച്ചെടുത്താൽ വോളിയവും 1/p യും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? കാര്യം മനസ്സിലായോ? വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പക്ഷേ വോളിയവും 1/p എന്താണ്? ഡയറക്ട്ലി അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രഷറും 1/v എന്തായിരിക്കും? ഡയറക്ട്ലി ആയിരിക്കും. എന്താ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മീനിങ്? ഒന്ന് കൂടിയാൽ മറ്റേത് എന്ത് ചെയ്യണം? കൂടണം. നോക്കിയേ, പ്രഷറും 1/v. ഇത് 0. പ്രഷർ കൂടിയാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? 1/v കൂടണം. മറന്നു പോകരുത്, കൺഫ്യൂഷൻ വരരുത്. പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി ആണ്. പ്രഷറും 1/v യും ഡയറക്ട്ലി ആണ്. പ്രഷർ കൂടുമ്പോൾ 1/v എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഗ്രാഫ് മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തെ ഗ്രാഫിൽ നോക്കിയേ. പ്രഷറും PV. എന്താ PV? പ്രഷർ ഇൻടു വോളിയം. നമുക്കറിയാം PV ഈക്വൽ ടു എ കോൺസ്റ്റന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. PV ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതായത് പ്രഷറിന്റെ വാല്യൂ എന്തായാലും PV എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്രാഫ് ഒന്ന് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും എന്തോന്ന്? ഗ്രാഫ്. കാരണം PV ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതായത് ഏത് പ്രഷറിൽ PV മെഷർ ചെയ്താലും PV യുടെ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. മാറ്റം ഉണ്ടാവും. കാരണം PV ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. PV എന്ന സാധനം ഒരു കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. ബോയിൽസ് ലോ ആണ് നമ്മളിവിടെ പഠിച്ചത്. ബോയിൽസ് ലോ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോയുടെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഒരു കാര്യം പറയാം. ബോയിൽസ് ലോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട ടേം എന്ന് പറഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ആര് കോൺസ്റ്റന്റ് ആണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ബോയിൽസ് ലോ ആര് കോൺസ്റ്റന്റ് ആണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ആരെയൊക്കെ തമ്മിലാണ് ബോയിൽസ് ലോ ബന്ധിപ്പിക്കുന്നത്? വോളിയത്തിനെയും പ്രഷറിനെയും. വോളിയത്തിനെയും പ്രഷറിനെയും. എന്താ റിലേഷൻ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ നേരത്തെ 4 പാരാമീറ്റർ പറഞ്ഞു. വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ, നമ്പർ ഓഫ് മോൾസ്. ഇതിൽ 2 പാരാമീറ്ററുകളെ തമ്മിൽ ബന്ധിപ്പിക്കും. 2 ആൾക്കാർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ ഈ ലോ പറയുമ്പോൾ വോളിയവും പ്രഷറും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. റിലേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ആര് കോൺസ്റ്റന്റ്? ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഉണ്ടോ? ഇനി അതിന്റെ മാത്തമാറ്റിക്കൽ റിലേഷൻ മറന്നു പോകരുത്. P1 B1 equal to P2 B2. അതുപോലെ ഗ്രാഫും വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്രാഫിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഗ്രാഫ് കൊടുത്തിട്ട് ഇത് ഏത് ലോയുടെ ഗ്രാഫ് ആണെന്ന് ചോദിക്കും. അവിടെ നിങ്ങൾ സ്ട്രക്ചർ വെച്ചിട്ടല്ല ഗ്രാഫിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. എക്സിലെയും വൈയിലെയും പാരാമീറ്റർ നോക്കുക. പ്രഷറും വോളിയവും, പ്രഷറും വോളിയവും, പ്രഷറും വോളിയവും. പ്രഷറും വോളിയവും ബന്ധിപ്പിക്കുന്ന നിയമം ഏതാണ്? ബോയിൽസ് ലോ. സിമ്പിൾ അല്ലേ? പ്രഷറിനെയും വോളിയത്തിനെയും ബന്ധിപ്പിക്കുന്ന ലോ ഏതാണ്? ബോയിൽസ് ലോ. സിമ്പിൾ. കൺഫ്യൂഷൻ ഉണ്ടോ? ഇനി ഒരു ടേം കൂടെ പറയണം. നമ്മളിവിടെ ഈ 3 ഗ്രാഫുകൾ വരച്ചു ബോയിൽസ് ലോയ്ക്ക്. ഈ 3 ഗ്രാഫുകളും വരയ്ക്കുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലേ? ആണ്. കാരണം എന്താ? ലോ പറയുന്ന കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ്. അതുകൊണ്ട് തന്നെ ഈ 3 ഗ്രാഫുകളും വരയ്ക്കുന്ന എവിടെയാണ്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ്. ഇങ്ങനെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വരയ്ക്കുന്ന ഗ്രാഫുകളെ പൊതുവായി പറഞ്ഞ പേരാണ് ഐസോതേർമ്സ്. ഓർത്ത് വെച്ചിരിക്കുന്ന ഒരു ടേം കൂടെ ഓർക്കുക, ഐസോതേർമ്സ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വരയ്ക്കുന്ന ഗ്രാഫുകളെ പൊതുവായി പറയുന്ന പേരാണ് ഐസോതേർമ്സ്. The curves
plotted at constant temperature. The curves plotted at constant temperature are called isotherms. Constant temperature വരയ്ക്കുന്ന ഇത്തരം ഗ്രാഫുകളെ പൊതുവായി പറയുന്ന പേരാണ് isotherm. ബോയിൽസ് ലോ പോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഗ്യാസ് ലോ ആണ് ചാൾസ് ലോ. എന്താ സാധനം? ചാൾസ് ലോ. ചാൾസ് ലോ എങ്ങനെ പറയുന്നത്? at constant pressure, മറന്നു പോകരുത്, at constant pressure വോളിയം ഓഫ് എ ഫിക്സഡ് മാസ്, ഞാൻ നേരത്തെ പറഞ്ഞു മാസ് ഫിക്സഡ് ആണ്, ആര് കോൺസ്റ്റന്റ് ആയിരിക്കും, നമ്പർ ഓഫ് മോളിക്യൂൾസ് കോൺസ്റ്റന്റ് ആയിരിക്കും. but constant pressure volume of a fixed mass of a gas is directly proportional to temperature in Kelvin scale. മറന്നു പോകരുത്. അപ്പോൾ എന്താ ചാൾസ് ലോ പറയുന്നത്? at constant pressure volume of a fixed mass of a gas is directly proportional to temperature in Kelvin scale. Temperature in Kelvin scale. നേരത്തെ ചെയ്തതുപോലെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിക്കൂടെ? എന്താ ചെയ്യേണ്ടത്? കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെ എഴുതാൻ പറഞ്ഞേ? v equal to a constant into t. പ്രശ്നമില്ലല്ലോ. t യെ കൂടെ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, into t ഇപ്പുറത്തേക്ക് എന്താകും? ഡിവൈഡഡ് ബൈ t. ഇപ്പൊ എങ്ങനെ എഴുതാം? v by t equal to a constant. v by t equal to a constant. ഇവിടെ കിട്ടിയില്ലേ? ഇനി നേരത്തെ ചെയ്തതുപോലെ ഞാനൊരു ഗ്യാസിനെ കൺസിഡർ ചെയ്യാണ്. ഗ്യാസിന്റെ ടെമ്പറേച്ചർ T1 ആണ്. ആ ടെമ്പറേച്ചറിൽ ഗ്യാസിന്റെ വോളിയം V1 ആണ്. കോൺസ്റ്റന്റ് പ്രഷറിൽ ആ ഗ്യാസിന്റെ ടെമ്പറേച്ചർ T2 ആയി മാറിയാൽ വോളിയം എന്തായി മാറണം? T2. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനകത്തേക്ക് ചാൾസ് ലോ അപ്ലൈ ചെയ്ത് പറഞ്ഞേ. എങ്ങനെ എഴുതാം? V1 directly proportional to T1. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി എങ്ങനെ എഴുതാം? V1 equal to a constant into T1. കൺഫ്യൂഷൻ ഇല്ലല്ലോ. T1 നെ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് എടുത്തേ. എങ്ങനെയാവും? V1 by T1 equal to a constant, equation number 1. ഇതുപോലെ ഈ രണ്ടാമത്തെ കണ്ടീഷനകത്തേക്ക് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ചാൾസ് ലോ. എങ്ങനെ എഴുതാൻ പറഞ്ഞേ? V2 directly proportional to T2. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി എങ്ങനെ എഴുതാം? V2 equal to a constant into T2. T2 നെ കൂടെ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് എടുത്തേ. എങ്ങനെ എഴുതാം? V2 by T2 equal to a constant, equation number 2. ഈ ഒന്നാമത്തെയും രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ഒന്ന് കമ്പയർ ചെയ്തേ. from equation 1 and 2. നോക്കി പറയാം. ഈ രണ്ട് ഇക്വേഷന്റെയും RHS ഈക്വൽ ആ, റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തും ഈക്വൽ ആകണം, LHS ഈക്വൽ ആകണ്ടേ? അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ എങ്ങനെ എഴുതാം? V1 by T1 equal to V2 by T2. ഇതാണ് ചാൾസ് ലോയുടെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ. മറന്നു പോകരുത്. V1 by T1 equal to V2 by T2. കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. എന്താ ചാൾസ് ലോ പറയുന്നത്? at constant pressure volume of a fixed mass of a gas is directly proportional to temperature in Kelvin scale. Temperature in Kelvin scale. എന്താ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ? V1 by T1 equal to V2 by T2. ഈ ബോയിൽസ് ലോ പോലെ തന്നെ ചാൾസ് ലോയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കുക, ഇതാണ് നമ്മുടെ ചാൾസ് ലോയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ആരൊക്കെയാണ്? ടെമ്പറേച്ചറും വോളിയവും. നമുക്കറിയാം ടെമ്പറേച്ചറും വോളിയവും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ആരും കൂടണം? വോളിയവും കൂടണം. ഇത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഒറിജിൻ. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഇങ്ങോട്ട് കൂടുകയാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ആരും കൂടണം? വോളിയം കൂടണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഗ്യാസിന്റെ വോളിയം ഒരിക്കലും എന്താകുന്നില്ല? 0 ആകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഗ്യാസിന്റെ വോളിയം എന്താകുന്നില്ല? 0 ആകുന്നില്ല എന്ന് ഓർക്കുക. അങ്ങനെയെങ്കിൽ ഗ്യാസിന്റെ വോളിയം 0 ആകുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടാകില്ലേ? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗ്രാഫിനെ പുറകിലേക്ക് നമ്മൾ എന്ത് ചെയ്തു?
എക്സ്ട്രാപോളേറ്റ് ചെയ്തു. ഇവിടെ എത്തിയപ്പോഴേക്കും ഗ്യാസിന്റെ വോളിയം എന്തായി? 0 ആയി. ആ ടെമ്പറേച്ചർ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ -273 ഡിഗ്രി സെൽഷ്യസ്. വളരെ കൃത്യമായി പറഞ്ഞാൽ -273.15 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം. റഫായിട്ട് -273 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാലും മതി. ഇതിന് പറഞ്ഞ മറ്റു പേരുകളാണ് സീറോ കെൽവിൻ എന്ന് പറയാം, സീറോ കെൽവിൻ, അല്ലെങ്കിൽ പറഞ്ഞ പേര് അബ്സല്യൂട്ട് സീറോ എന്നും പറയാറുണ്ട്, അബ്സല്യൂട്ട് സീറോ എന്നും പറയാറുണ്ട് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഗ്യാസിന്റെ വോളിയം 0 ആകുന്ന ടെമ്പറേച്ചർ എത്രയാണ്? -273.15 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 0 കെൽവിൻ അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ എന്ന് ഓർക്കുക. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ചാൾസ് ലായുടെ ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലായിരിക്കും. കാരണം എന്താ? ലോ പറയുന്ന കോൺസ്റ്റന്റ് പ്രഷറിലല്ലേ, അപ്പൊ ഗ്രാഫ് വരച്ചിരിക്കുന്നതായിരിക്കും കോൺസ്റ്റന്റ് പ്രഷറിലായിരിക്കും. ഈ കോൺസ്റ്റന്റ് പ്രഷറിൽ വരയ്ക്കുന്ന ഇത്തരം ഗ്രാഫുകളെ പൊതുവായി പറയുന്ന പേരാണ് ഐസോബാർസ്. എന്ത് പേര് പറയും? ഐസോബാറുകൾ. എന്ത് പേര് പറയും? ഐസോബാർസ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വരയ്ക്കുന്ന ഗ്രാഫുകൾ എന്ത് പറയും? ഐസോതേർമ്സ് എന്ന് പറയുമെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷറിൽ വരയ്ക്കുന്ന ഗ്രാഫുകളെ പറയുന്ന പേര് ഐസോബാർസ്. അപ്പോൾ ചാൾസ് ലായിൽ ഓർക്കേണ്ട കാര്യം, ഡെഫിനിഷൻ അറിയാം. ചാൾസ് ലാ എന്ന കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തേണ്ട കാര്യം, ചാൾസ് ലാ ആരെയൊക്കെ ബന്ധിപ്പിക്കുന്നു? വോളിയത്തിനെയും ടെമ്പറേച്ചറിനെയും. റിലേഷൻ എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. അപ്പോൾ ആരൊക്കെ കോൺസ്റ്റന്റ് ആണ്? പ്രഷറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആണ്. മറക്കില്ലല്ലോ. എന്താ മാത്തമാറ്റിക്കൽ റിലേഷൻ? V1/T1 = V2/T2. ഗ്രാഫും പ്രധാനപ്പെട്ടതാണ്. ഈ ഗ്രാഫ് വന്നിട്ട് ചാൾസ് ലായുടെ ഗ്രാഫ് ആണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ ഗ്രാഫിന്റെ സ്ട്രക്ചറിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, എക്സിലും വൈയിലെയും പാരാമീറ്റർ നോക്കുക, ടെമ്പറേച്ചറും വോളിയവും. ഈ ടെമ്പറേച്ചറിനെയും വോളിയത്തിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ലോ ഏതാണ്? ചാൾസ് ലോ. അപ്പൊ ഈ ഗ്രാഫ് ആരുടെ ഗ്രാഫാണ്? ചാൾസ് ലായുടെ ഗ്രാഫാണ്. സിമ്പിൾ അല്ലേ? കാര്യം പിടുത്തം കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ രണ്ട് ഗ്യാസ് ലാസ് പഠിച്ചു. ഏതൊക്കെ? ബോയിൽസ് ലായും ചാൾസ് ലായും. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഗ്യാസ് ലായും തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. എന്താ ബോയിൽസ് ലാ പറയുന്നത്? At constant temperature, volume of a fixed mass of a gas is inversely proportional to pressure. എന്നല്ലേ ബോയിൽസ് ലാ പറഞ്ഞത്. ഇനി ചാൾസ് ലാ എന്താണ് പറഞ്ഞത്? At constant pressure, volume of a fixed mass of a gas is directly proportional to temperature in Kelvin scale. രണ്ട് ലോയും ആരെ കുറിച്ചാണ് പറയുന്നത്? വോളിയത്തെ കുറിച്ചല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ലോയും തമ്മിൽ എന്ത് ചെയ്യാം? കമ്പൈൻ ചെയ്യാം. ഓൺ കമ്പൈനിങ് ദീസ് ടു ലോസ്, കമ്പൈൻ ചെയ്താൽ എങ്ങനെ എഴുതാം? V directly proportional to 1/P into T. കൺഫ്യൂഷൻ ഇല്ലല്ലോ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാം. എന്ത് ചെയ്യാം? കോൺസ്റ്റന്റ് കൊടുക്കാം. V equal to a constant into 1/P into T. കോൺസ്റ്റന്റ് മാത്രം ഇവിടെ ഇട്ടിട്ട് ബാക്കി ടേമുകൾ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. എങ്ങനെ എഴുതാൻ പറഞ്ഞേ? ഡിവൈഡ് ബൈ പി ഇപ്പുറത്ത് വരുമ്പോൾ എന്താകും? ഇൻടു പി. ദാറ്റ് ഈസ് പി ഇൻടു വി ഇൻടു ടി ഇപ്പുറത്ത് വരുമ്പോൾ എന്താകും? ഡിവൈഡഡ് ബൈ ടി. പി ഇൻടു പി ഡിവൈഡഡ് ബൈ ടി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. കൺഫ്യൂഷൻ ഉണ്ടോ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനൊരു ഗ്യാസിനെ കൺസിഡർ ചെയ്യാം. ഗ്യാസിന്റെ പ്രഷർ P1 ആണ്, വോളിയം V1 ആണ്, ടെമ്പറേച്ചർ T1 ആണ്. ഈ ഗ്യാസിന്റെ പ്രഷർ P1 ൽ നിന്നും P2 ലേക്ക് മാറി. വോളിയം എന്തായി മാറും? V2 ആയി മാറും. അപ്പോൾ ടെമ്പറേച്ചർ എന്തായി മാറും? T2 ആയി മാറും. അപ്പോൾ ഞാൻ ഒരു ഗ്യാസിനെ കൺസിഡർ ചെയ്തു. ഗ്യാസിന്റെ പ്രഷർ എന്തായിരുന്നു? P1, വോളിയം എന്തായിരുന്നു? V1, ടെമ്പറേച്ചർ എന്തായിരുന്നു? T1. പ്രഷർ എന്തായി മാറി? P2, വോളിയം എന്തായി മാറി? V2, ടെമ്പറേച്ചർ എന്തായി മാറി? T2. ഈ ഒന്നാമത്തെ കണ്ടീഷനകത്തേക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞു. എങ്ങനെ എഴുതാം? പറഞ്ഞു, ആലോചിച്ച് പറയാം. ഇക്വേഷൻ ഇതാണ്, P into B by T equal to a constant. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എങ്ങനെ എഴുതാം? P ക്ക് പകരം P1, V ക്ക് പകരം V1, T ക്ക് പകരം T1 equal to a constant. ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ കൊടുക്കുക. അതുപോലെ ഈ രണ്ടാമത്തെ കണ്ടീഷനകത്തേക്കും ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തേ. P ക്ക് പകരം P2, V ക്ക് പകരം V2, T ക്ക് പകരം T2 equal to a constant.
ഇക്വേഷൻ നമ്പർ 2. ഇനി ഈ ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്തേ, എന്ത് കിട്ടും? രണ്ട് ഇക്വേഷന്റെയും RHS ഈക്വൽ അല്ലേ, റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ അല്ലേ? അങ്ങനെയാണ് എന്തും ഈക്വൽ ആകണം, LHS ഈക്വൽ ആവണ്ടേ? എങ്ങനെ എഴുതാൻ പറഞ്ഞേ? P1 V1 by T1 equal to P2 V2 by T2. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഇക്വേഷൻ പറയുന്ന പേരാണ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. എന്ത് പേര് പറയും? കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. അപ്പൊ എന്താ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ? P1 V1 by T1 equal to P2 V2 by T2. ആരെയൊക്കെ കമ്പൈൻ ചെയ്ത്? ബോയിൽസ് ലായെയും ചാൾസ് ലായെയും. മനസ്സിലാക്കുക, കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കുക? ബോയിൽസ് ലായെയും ചാൾസ് ലായെയും നമ്മൾ എന്ത് ചെയ്തു? കമ്പൈൻ ചെയ്തു. എന്താ ഇക്വേഷൻ? കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ P1 V1 by T1 equal to P2 V2 by T2. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ സോളിഡിനെയും ലിക്വിഡിനെയും ഗ്യാസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുന്ന അവയുടെ ക്യാരക്ടറുകളെ കുറിച്ച് പറഞ്ഞു. 6 ക്യാരക്ടറും ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത് പറയുന്നത് ഗ്യാസ് ലോസ് ആണ്. എന്താണ് ഗ്യാസ് ലോ എന്ന് പറഞ്ഞു? ആ ഗ്യാസ് ലോസിൽ പ്രധാനമായും 2 ഗ്യാസ് ലോസ് പഠിച്ചു, ബോയിൽസ് ലായും ചാൾസ് ലായും. മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഗ്രാഫുകൾ ഉൾപ്പെടെ പഠിച്ചു വയ്ക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ലാസ്റ്റ് പഠിച്ചത് ഈ ബോയിൽസ് ലായും ചാൾസ് ലായും തമ്മിൽ കമ്പൈൻ ചെയ്ത് നമ്മൾ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തു. P1 V1 by T1 equal to P2 V2 by T2. ഇനിയും 2 ഗ്യാസ് ലോ പഠിക്കാനുണ്ട്. തുടർന്നുള്ള ലോസും ബാക്കി കാര്യങ്ങളും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.